പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഏലോഹീം ഗ്ലോബൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിൽ കൂടെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനവുമായി ദൈവജനത്തിൻ്റെ മധ്യത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് ഒരുക്കിയ എല്ലാ വിലയേറിയ സാവകാശങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ശുശ്രൂഷയ്ക്കായി അവസരമൊരുക്കിയ ബഹുമാന്യ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഹൃദയമായുള്ള നന്ദിയെ ഈ പ്രഭാതത്തിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റം തരുന്നതും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതും മുൻപോട്ട് പോകുവാൻ നമുക്ക് പ്രചോദനം തരുന്നതുമാണ്. ആകാശവും ഭൂമിയും മാറും, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ ഒരിക്കലും മാറുകയില്ലെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ വചനവുമായി ഈ പ്രഭാതവേളയിൽ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം എനിക്കൊരവസരം ഒരുക്കിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ളതായ വേദഭാഗം ഇവിടെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30 മുതൽ 29 മുതൽ 34 വരെയുള്ളതായ വേദഭാഗം ഇവിടെ വായിക്കുകയാണ്. അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടിട്ട്, കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണമെന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. അനുഗ്രഹമേറിയ ദൈവ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ പരിചയമുള്ള സുപരിചിതമായ വേദഭാഗമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ വായിച്ച് കേട്ടത്. 2 കുരുടന്മാർ യേശു കർത്താവിനോട് നിലവിളിക്കുന്ന നിലവിളിയാണ് നമ്മളിവിടെ വായിച്ചത്. പ്രാരംഭ വാക്യത്തിൽ നമ്മൾ വായിച്ചത് യേശുവും പുരുഷാരവും എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു വലിയ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോൾ വഴിയിൽ ഇരുന്ന 2 കുരുടന്മാർ
യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. നമുക്കറിയാം അവരുടെ നിലവിളിയുടെ ശബ്ദം വളരെ ആഴമായിരുന്നു. മിണ്ടാതിരിപ്പാൻ പലരും അവരോട് പറഞ്ഞെങ്കിലും അവർ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു. ഇവരുടെ നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നുകൊണ്ട് അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഞങ്ങൾ കാഴ്ചയില്ലാത്തവരാണ്, ഞങ്ങൾ കാഴ്ച പ്രാപിക്കും. യേശു അവരെ തൊട്ടു, അവർ കാഴ്ച പ്രാപിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകലിൽ ദൈവ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നു. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കുക, കാഴ്ച പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിനെ യഥാർത്ഥമായി നമുക്ക് കാണുവാനായി കഴിയുള്ളൂ. ആവശ്യബോധത്തോടെ നിലവിളിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആര് വരുന്നോ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്നും നമുക്കായി ഉള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ അവൾ യേശുവിനോട് നിലവിളിച്ചപ്പോൾ പലരും അവരെ വിശ്വാസിച്ച് മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. ശാസിച്ചവരുടെ വായെ അടയ്ക്കത്തക്ക വിധം യേശു നിന്നുകൊണ്ട് അവരെ വിളിക്കാൻ പറഞ്ഞു. ഷട്ടപ്പ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുക, സ്റ്റാൻഡപ്പ്, എഴുന്നേക്ക്. നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമാണ്. ഇന്ന് നിന്നെ തള്ളിയവരും വെറുത്തവരും ഉപേക്ഷിച്ചവരും ഒരു ദിവസം നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഉയർച്ച ലഭിക്കുന്ന, മാന്യത ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതിനകത്തെ ഒരു കാര്യം പ്രധാനമായി ഞാൻ എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണം എന്നവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. കണ്ണു തുറക്കുക. തുടർന്നുള്ളതായ നിമിഷങ്ങളിൽ എന്തിനാണ് കണ്ണു തുറക്കേണ്ടത്, കണ്ണു തുറന്നാൽ നമുക്ക് എന്തെല്ലാം കാണാം എന്നുള്ളതായ കാര്യങ്ങൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. യേശുവിനെ അറിയുവാൻ നമ്മുടെ മനസ്സ് തുറക്കണം, നമ്മുടെ കണ്ണ് തുറക്കണം. യേശുവിൻ്റെ സ്നേഹം അറിയുവാൻ പുറമെയുള്ള കണ്ണുകൊണ്ട് സാധ്യമാകുകയില്ല. ഹൃദയത്തിൻ്റെ ദൃഷ്ടിയാകുന്ന കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവമെന്നറിയുന്ന പിശാച് സാത്താൻ ലോകജനത്തിൻ്റെ അവിശ്വാസികളുടെ ഹൃദയം
മനസ്സ് കുരുടാക്കിയിരിക്കുന്നു, കണ്ണ് അടഞ്ഞിരിക്കുന്നു. അവരുടെ കണ്ണ് തുറന്നാൽ മാത്രമേ, ഹൃദയത്തിൻ്റെ ദൃഷ്ടിയാകുന്ന അകക്കണ്ണ് തുറന്നാൽ മാത്രമേ യേശുവിനെയും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെയും കുറിച്ച് ലോക മനുഷ്യർക്ക് മനസ്സിലാക്കുവാനായി കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോണം. ഒരു കാലത്ത് കണ്ണടഞ്ഞവരായി, മനസ്സ് കുരുടാക്കപ്പെട്ടവരായി, ഇരുളടഞ്ഞവരായി ജീവിച്ച ഒരു സന്ദർഭം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. എന്നാൽ വലിയവനായ ദൈവം തൻ്റെ സ്നേഹപാശങ്ങളാൽ നമ്മെ തേടി വന്ന് യേശുവിനെ കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ, നമ്മുടെ അകത്തെ കണ്ണ് ദൈവം തുറന്നതുകൊണ്ടാണ് ഈ പ്രഭാതത്തിലും നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായത്. ദൈവത്തിൻ്റെ സ്നേഹം നാം രുചിച്ചറിഞ്ഞത് നമ്മുടെ കണ്ണ് നമ്മുടെ കർത്താവ് തുറന്നതുകൊണ്ടാണ്. ശ്രേഷ്ഠരായ എത്രയോ വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ ഹൃദയം ആകുന്ന ആത്മദൃഷ്ടി, അകക്കണ്ണ് പിശാച് കുരുടാക്കിയിരിക്കുന്നു, സത്യം തിരിച്ചറിയാതിരിപ്പാൻ. എന്നാൽ ആ സത്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ വഴിയിൽ അരികിലിരുന്ന ഈ 2 കുരുടന്മാർ, ഭിക്ഷക്കാർ, യേശുവിനോട് പറഞ്ഞത്, ഞങ്ങൾ കുരുടന്മാരാണ്, കാഴ്ചയില്ലാത്തവരാണ്, ഞങ്ങൾക്ക് കാഴ്ച വേണം. അപ്പൊ കുരുടനായി ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കറിയാം. കാഴ്ച പ്രാപിച്ചാൽ അവർക്ക് ഇതുവരെയും ലഭിക്കാത്ത അംഗീകാരവും കരുതലും സ്നേഹവും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് അവർക്ക് ലഭിക്കും. അവർ മാന്യതയുള്ളവരായിത്തീരും. അവഗണിക്കപ്പെട്ടവരുടെ അടുത്തുനിന്ന് അവർ അംഗീകരിക്കപ്പെട്ടവരായി അവഗണിച്ചവർ അവരെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ ജീവിതത്തിൽ അവർ കണ്ണു തുറക്കണം. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ, സുവിശേഷം പഠിക്കുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്ത 39 അത്ഭുതമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 39 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തത് വ്യത്യസ്ത സ്ഥലത്ത് അല്ലെങ്കിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ചാണ്. കർത്താവ് ഒരു അത്ഭുതം ചെയ്തത് വീട്ടിൽ വെച്ച കർത്താവ് അത്ഭുതം ചെയ്തു. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയതാണ് കർത്താവ് ചെയ്ത ഒരത്ഭുതം. 2, കർത്താവ് ചെയ്തത് വഴിയരികിൽ വെച്ച് കർത്താവ് അത്ഭുതം ചെയ്തു. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സംഭവം വഴിയരികിൽ വെച്ച് നടന്ന സംഭവമാണ്. 3ാമത് കർത്താവ് അത്ഭുതം ചെയ്തത് പള്ളിയിൽ വെച്ച് കർത്താവ് അത്ഭുതം ചെയ്തു. വർഷങ്ങളോളം കൂനിയായ സ്ത്രീയെ, അവരുടെ കൂനിനെ മാറ്റി അവരെ സൗഖ്യമാക്കിയതാണ് കർത്താവ് 3ാമത് ചെയ്ത അത്ഭുതം. അത് പള്ളിയിൽ വെച്ചാണ് കർത്താവ് ചെയ്തത്. 4ാമത് കർത്താവ് അത്ഭുതം ചെയ്തത് കടലിൽ വെച്ചാണ്. കടലിലുള്ള പടകിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയോടെ വല കഴുകിയ ശീമോൻ പത്രോസും കൂട്ടരും ശീമോനോട് പറയും, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആദ്യം, കർത്താവേ, നാഥ, ഞാൻ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങളുടെ അധ്വാനം ഞങ്ങൾക്കേ അറിയത്തുള്ളൂ, ഒത്തിരി കഷ്ടപ്പെട്ടു, ജീവിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ ഈ അധ്വാനം ഉണ്ടെങ്കിലേ ലഭിച്ചെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും കിട്ടിയില്ല. ഒരല്പസമയം മൗനമായിട്ടിരുന്നിട്ട് യേശുവിൻ്റെ മുഖത്തേക്ക് അവനെ നോക്കിക്കാണും. യേശുവിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യത്വം, സ്നേഹം, അവനെക്കുറിച്ചുള്ളതായ ആ ചിന്ത അവൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചു. ആരുടെ? പത്രോസിൻ്റെ. യേശു ആരാണ്? എന്നോട് വലയിറക്കാൻ പറയുന്നവൻ ആരാണ് എന്നുള്ളതായ
ആ ഒരു ഹൃദയദൃഷ്ടി അകത്തൊന്ന് പ്രകാശിച്ചപ്പോൾ, ആ കണ്ണു തുറന്നപ്പോൾ പറയാം, എങ്കിലും നാഥ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. സ്തോത്രം. ആശയില്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, യേശുവിൻ്റെ വാക്കുകൾക്ക് നമ്മൾ വില കൽപ്പിച്ചാൽ അതിന് പ്രതിഫലം തരുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ കടലിലുള്ള പടകിൽ വെച്ചാൽ യേശു അത്ഭുതം ചെയ്തത്. എൻ്റെ ബലമായ വിശ്വാസം, വലിയ മീൻകൂട്ടം കിട്ടിയപ്പോൾ യേശുവും കൂടെ അവരെ സഹായിച്ചു ആ മീൻ കരയ്ക്ക് കയറ്റാൻ. കർത്താവ് അത്ഭുതം ചെയ്ത 5ാമത്തെ അത്ഭുതം മരുഭൂമിയിൽ വെച്ചാണ്. മരുഭൂമിയിൽ വെച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രം നമുക്ക് സുവിശേഷത്തിൽ അറിയാം. അത് മരുഭൂമിയിലാണ്, നിർജ്ജന പ്രദേശമാണ്. ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടെങ്ങും ഒരു കടയില്ല, ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ല, അവരവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞു. അവരാകെ കുടുങ്ങി. അന്നത്തേടം പോകാൻ നിവൃത്തിയില്ലാത്തവരോട് കർത്താവ് പറയാം, നിങ്ങൾ കൊടുക്കുക. എന്ത് ചെയ്യണമെന്ന് അവരിങ്ങനെ ചിന്തിച്ചപ്പോൾ താണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു. ഇതേ ഉള്ളൂ കർത്താവേ, മതി, അതിങ് കൊണ്ടുപോരെ. യേശുവിൻ്റെ കരങ്ങളിൽ ആ അപ്പവും ആ മീനും കൊടുത്തു. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു. കർത്താവ് പറഞ്ഞു, വിളമ്പിക്കോളാൻ പറഞ്ഞു. ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് വേണ്ടി ദൈവം പറയുന്ന വാക്കുകൾ അനുസരിക്കുകയാണെങ്കിൽ പരാജയം നമ്മൾ ഒരിക്കലും ഏറ്റുവാങ്ങത്തില്ല. മരുഭൂമിയിൽ വെച്ച യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അവിടെ കൊടുത്ത അപ്പത്തെയും കൊടുത്ത മീനിനെയും വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാ നമ്മുടെ യേശുവെങ്കിൽ, ഇന്ന് ഈ ദൈവദിനം കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ ഇല്ലായ്മയിൽ നീ ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും സ്തോത്രം അല്പമായി ചെയ്താൽ ദൈവം അത് കണക്കിടാതെ പോകുന്നവനല്ല. അതിന് ധാരാളം പ്രതിഫലം നൽകുകയും മാത്രമല്ല, സ്തോത്രം ശിഷ്യന്മാരെ ഇത് വിളമ്പാൻ ഏൽപ്പിച്ചു അവസാനം 12 കൊട്ട നിറച്ചെടുത്ത സംഭവം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്ത മറ്റൊരു സ്ഥലം മരുഭൂമി വെച്ചാ. ഇത് ഞാൻ വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് അത്ഭുതം ചെയ്ത 6ാമത്തെ സംഭവം ശവക്കോട്ടയിലാണ്. 6000 ഹല്ലേലൂയ എന്ന് വെച്ചാൽ 6000 ഭൂതങ്ങൾ അടങ്ങിയ ഒരു മനുഷ്യൻ, ലഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യൻ ശവക്കോട്ടയില സ്വയം തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, വീടുമായിട്ടൊരു ബന്ധവുമില്ലാതെ എല്ലാവരും വെറുത്ത് ഭ്രാന്തനായി, മുഴുഭ്രാന്തനായി, പിശാച് ബാധിക്കപ്പെട്ടവന് യേശു ഇക്കരെ നഗരം ചെന്നു. യേശുവിനെ കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. കർത്താവ് ആ ബാധ പിടിച്ചവനെ ശവക്കോട്ടയിൽ വെച്ച് തന്നെ സൗഖ്യമാക്കി. ഇതാ കർത്താവ്, ഇത് 6ാമത്തെ സൗഖ്യം സുവിശേഷത്തിൽ. കർത്താവ് സുവിശേഷത്തിൽ ചെയ്ത 7ാമതും 39 അത്ഭുതങ്ങളുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിൽ കർത്താവ് ചെയ്ത, വ്യത്യസ്ത സ്ഥലത്ത് വെച്ച് കർത്താവ് ചെയ്ത, ആ കർത്താവ് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് 7ാമതും അവസാനത്തതുമായ സ്ഥലത്ത് വെച്ച് ചെയ്ത അത്ഭുതം തോട്ടത്തിൽ വെച്ച, അത് ഗതസമന തോട്ടമാണ്. യേശുവിനെ പിടിക്കുവാൻ ഏകദേശം 600 പട്ടാളക്കാരാണ് ഗതസമനയിൽ വന്നതെന്നാണ് ചരിത്രം പറയുന്നത്. യേശുവിനെ പിടിച്ചപ്പോൾ പത്രോസ്, മൽക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കാതങ്ങ് വെട്ടിയത് കഴുത്തിനാണ്, പക്ഷെ കൊണ്ടത് കാതിനാണ്. കൊല്ലാൻ വേണ്ടി വെട്ടിയതാ, പക്ഷെ എങ്ങനോ ഒരു ഭാഗ്യം കൊണ്ട് കാത് അങ്ങ് മുറിഞ്ഞു. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് തൻ്റെ അവസാന സമയത്ത് ചെയ്ത അത്ഭുതം, ആ വ്യക്തിയുടെ കാത് തിരിച്ച് അതുപോലെ കർത്താവ് വെച്ചു കൊടുത്തു. കർത്താവ് 7ാമത്തെ സ്ഥലത്ത് വെച്ച് ചെയ്ത അത്ഭുതമാണ് തോട്ടത്തിൽ വെച്ച് കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ദൈവമക്കൾക്ക് മനസ്സിലായി എന്ന്
ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് വഴിയിൽ വെച്ച് വഴിയരികിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ് ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധയ്ക്കായി വായിച്ചത്. ഈ സൗഖ്യമായവരുടെ 1-2-3 പ്രത്യേകതകൾ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കുരുടന്മാരായിരുന്നപ്പോൾ പ്രത്യേകതകൾ: ഭാവി നഷ്ടപ്പെട്ടവനാണ്. ജീവിതത്തിൽ ഭാവിയില്ല ഒരു കുരുടൻ. ഇരുളടഞ്ഞ അവസ്ഥയാണ്. എന്നാൽ ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഇരുളടഞ്ഞ അവസ്ഥയിൽ അവരെ ഭാവി നഷ്ടപ്പെട്ട അവരുടെ അവസ്ഥയിൽ നിന്ന് ഇരുളടഞ്ഞ സ്ഥാനത്തുനിന്ന് വെളിച്ചത്തിലേക്കും നഷ്ടപ്പെട്ട ഭാവി മടക്കി അവർക്ക് കൊടുത്ത ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നാം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. ഭാവി നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഇരുളടഞ്ഞ മേഖലയിൽ കൂടെ കടന്നുപോയവരായിരുന്നു ആ കുരുടന്മാർ. ഒരു പ്രതീക്ഷയുമില്ല, ഞങ്ങൾക്കൊരു ഭാവിയില്ല, എവിടെയും ഇരുളടഞ്ഞ അവസ്ഥ. ഇന്ന് ഈ പകലിൽ ഈ ലൈവിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, എൻ്റെ ജീവിതം ഇരുളടഞ്ഞോ, ഒരു പ്രതീക്ഷയുമില്ലയോ, ഭാവി നഷ്ടപ്പെട്ടോ, എൻ്റെ തലമുറയുടെ വിഷയം എന്തായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മനസ്സ് പുകയുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ, നമുക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാവി നഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവി മടക്കി കിട്ടിയതിൻ്റെ കാരണം അവർ യേശുവിനെ കണ്ടുമുട്ടിയതാണ്. ഇന്ന് ഈ പകലിൽ ദൈവജനം കേൾക്കുന്ന ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഭാവി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇരുളടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് മടക്കി കിട്ടിയത്, ലഭിച്ചത് യേശുവിനെ ഹൃദയംഗമായി അറിഞ്ഞതാണ്. ഒന്ന്, ഭാവി നഷ്ടപ്പെട്ടവരായിരുന്നു. 2, വേഗത നഷ്ടപ്പെട്ടവരായിരുന്നു. വേഗത. സാധാരണ കാഴ്ച ഉള്ളവൻ്റെ വേഗത കാഴ്ചയില്ലാത്തവനില്ല. അവനെന്തെങ്കിലും വടി കൊണ്ട് തപ്പി തടഞ്ഞോ അല്ലെങ്കിൽ ആരുടെയൊക്കെ പരസഹായമൊക്കെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത്. കാഴ്ചയുള്ളവൻ്റെ വേഗത, കാഴ്ചയുള്ളവന് കണ്ട് മുൻപോട്ട് വിഷയങ്ങൾ കണ്ട് കുണ്ടുണ്ടോ കുഴിയുണ്ടോ കല്ലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അവൻ എങ്ങനെ വേണ്ടി നടക്കാം, കാഴ്ചയുണ്ട്. എന്നാൽ കാഴ്ചയുള്ളവൻ നടക്കുന്നത് പോലെ പറ്റത്തില്ല കാഴ്ചയില്ലാത്തവൻ. അവന് വേഗത നഷ്ടപ്പെട്ടവനാണ്, വേഗതയില്ല. ഇന്ന് കേൾക്കുന്ന ദൈവവേദിലെ, നമുക്ക് ഒരു കാലത്ത് വേഗതയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി കാൽച്ചുവട് പിൻപറ്റുവാൻ, യാത്ര ചെയ്യുവാൻ വേഗതയില്ലാതെ ഭാവി നഷ്ടപ്പെട്ടവരായി കിടന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മെ ഭാവിയിലേക്ക് മടക്കി കൊണ്ടുവന്നതും വേഗത നമുക്ക് തിരികെ തന്നതും യേശുവിനെ കണ്ടുമുട്ടിയതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് എന്നും കുരുടായി പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഭാവി ഉണ്ടാകത്തില്ല. അവസാനം നാം ചെന്നെത്തുന്ന നിത്യ നരകത്തിലായി പോയിരുന്നു. എന്നാൽ നമുക്ക് ഭാവിയെ ദൈവം തന്നു. പ്രതീക്ഷയില്ലാതെ എവിടെയൊക്കെയോ നടന്നു. എങ്ങനെ നടക്കണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു, എങ്ങനെ ജീവിക്കണമെന്നറിയത്തില്ലായിരുന്നു. വേഗത നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, വേഗത്തിൽ കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ അറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ കുരുടന്മാരും എങ്ങനെയായിരുന്നു? അവരുടെ ഭാവി നഷ്ടപ്പെട്ടു. യേശുവിനെ കണ്ടുമുട്ടിയത് അവരുടെ ഭാവി തിരികെ കിട്ടുവാൻ കാരണം. വേഗത നഷ്ടപ്പെട്ടവരായിരുന്നു, യേശുവിനെ കണ്ടുമുട്ടിയതാണ് അവർക്ക് വേഗം യേശുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചത്. മൂന്നാമത്തെ ഒരു പ്രത്യേകത കൂടെ, പുതുമ നഷ്ടപ്പെട്ടവനാണ്. പുതുമ നഷ്ടപ്പെട്ടു, പുതുമയില്ല, പഴയൊരവസ്ഥ. യെശയ്യാ പ്രവചനം
43 അധ്യായം അതിൻ്റെ 19 വാക്യം അതിനോട് ചേർത്ത് ഒന്ന് വായിക്കുന്നു. യെശയ്യാ പ്രവചനം 43 അധ്യായം അതിൻ്റെ 19 വാക്യമാണ്. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. പുതുമ നഷ്ടപ്പെട്ട അവസ്ഥ നമുക്കറിയാം. വഴിയിൽ വെച്ചാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്തത്. പഴയ അവസ്ഥകൾ ഓർക്കുമ്പോൾ യാതൊരു പുതുമയില്ലായിരുന്നു. എന്നാൽ ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ഇതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഒരു പുതിയ ദൈവകൃപ ദൈവം നമുക്ക് തന്നു. ഒരു പുതുമ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആഴം, ദൈവത്തിന് ശക്തി, ഒരു പുതുമയോടെ ദൈവത്തെ ആരാധിക്കുവാൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ നാളുകൾ നാം അനുഭവിച്ച അതേ ആത്മാവിൻ്റെ സാന്നിധ്യമേ ഉള്ളോ? ഇന്നും പോരാ. ഒരു പുതുമയോടെ ദൈവത്തെ സ്തുതിക്കണം, പുതുമയോടെ ദൈവത്തെ ആരാധിക്കണം. അന്ന് 2 സ്തോത്രം പറഞ്ഞെങ്കിൽ അതുകൊണ്ട് നാം തീരരുത്. ഒരു പുതുമയുള്ളവരായി, പഴയത് ഓർക്കണ്ട. പഴയ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തി. യേശുവിനെ അറിഞ്ഞപ്പോൾ നമുക്ക് പുതുമ ലഭിച്ചു, ഭാവിയെ തിരികെ കിട്ടി, വേഗത നമുക്ക് ലഭിച്ചു, പുതുമ ലഭിച്ചു. ഇതെല്ലാം യേശുവിനെ സ്നേഹിച്ചത് കൊണ്ട്, അറിഞ്ഞതുകൊണ്ട് നമുക്ക് ലഭിച്ച ഭാഗ്യങ്ങളാണ്. ഈ കുരുടന്മാരുടെ അവസ്ഥ വിധാനം. എന്നാൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. യേശുവിനെ സ്നേഹിപ്പാൻ ദൈവം നമുക്ക് ലഭിച്ച, ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇതിന്റെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്തിനാണ് കണ്ണു തുറക്കേണ്ടത്? കണ്ണു തുറന്നാൽ എന്തെല്ലാം നമുക്ക് കാണും? വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ചുരുങ്ങിയതായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവസ്ഥലിൽ ഇരിക്കുവാനായി ആഗ്രഹിക്കുന്നു. 119 സങ്കീർത്തനം, 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കേണമേ. എന്തിനാണ് കണ്ണു തുറക്കേണ്ടത്? കണ്ണു തുറന്നാൽ എന്ത് കാണും? 119 സങ്കീർത്തനം 18 വാക്യത്തിൽ പറയുന്നു, എന്തിനാണ് കണ്ണു തുറക്കേണ്ടത്? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണു തുറക്കണം. നമ്മുടെ കണ്ണു തുറന്നാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ദൈവവചനമാകുന്ന ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും. കേവലം നമ്മുടെ മനസ്സിൽ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയതും എന്തെങ്കിലും കർത്താവ് ഉയർപ്പിച്ചതുമാണ് നമ്മുടെ പലരുടെയും മനസ്സിൽ അത്ഭുതം എന്ന് പറയുന്നത്. അതൊരു അത്ഭുതമാണെങ്കിൽ തന്നെ ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യനെ വീണ്ടെടുത്തതാണ്. മനുഷ്യനെ വീണ്ടെടുക്കാൻ യേശു കാണിച്ച സ്നേഹമാണ്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവവചനത്തിന്റെ സത്യം മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ന്യായപ്രമാണത്തിന് അത്ഭുതങ്ങളെ കണ്ണു തുറക്കണം. ദൈവം കണ്ണു തുറക്കാതെ യേശു ചെയ്ത ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, സത്യം മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ യേശുവിൻ്റെ പിലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ
യേശു പറഞ്ഞ സത്യത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഞാൻ വന്നെന്ന് പറഞ്ഞു. അപ്പൊ പീലാത്തോസ് ചോദിച്ചു, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? അവൻ ഈ സത്യത്തെക്കുറിച്ച് തിരക്കേണ്ട കാര്യമില്ല. വർഷങ്ങളായി വരുന്നവരെയെല്ലാം സത്യമാണോ നീതിയാണോ, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്യാത്തവനാണോ ചിന്തിക്കുന്നില്ല. എഴുതുന്നു, ഒപ്പിടുന്നു, വിടുന്നു. എന്നാ പീലാത്തോസ് ഈ സത്യത്തെ മനസ്സിലാക്കി. ഇവന് സത്യമുള്ളവനാണെന്ന് പീലാത്തോസിന് മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത്, ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വാട്ട് ഈസ് എ ട്രൂത്ത്? എന്താണ് സത്യം? സത്യം മുമ്പിൽ നിൽക്കുക. ഈ സത്യം യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അത്ഭുതമെന്ന സത്യം, ദൈവവചനമെന്ന സത്യം, ക്രിസ്തുവെന്ന സത്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. കൃപയാൽ ദൈവം നമുക്ക് ഈ സത്യം മനസ്സിലാക്കുവാൻ, ന്യായപ്രമാണത്തിന്റെ സത്യം മനസ്സിലാക്കുവാൻ, യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയം ദൈവം തുറന്നതോർത്ത് സ്തോത്രം. സത്യത്തെ മനസ്സിലാക്കിയെങ്കിലും ആ സത്യത്തെ ഉൾക്കൊള്ളാതെ, സത്യത്തെ അക്സെപ്റ്റ് ചെയ്യാതെ ആ സത്യത്തെ ക്രൂശിക്കുവാൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവവിധിലെ ജീവിതത്തിൻ്റെ എന്നെ കേൾക്കുന്ന ദൈവവിധിലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും സത്യത്തെ ഒരിക്കലും നാം തള്ളിക്കളയരുത്. നമ്മൾ അറിഞ്ഞ സത്യം, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ നാം കണ്ട ആത്മീയ സത്യം നാം ജീവിതത്തിൽ മുറുകെ പിടിച്ചോണം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യം, ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു എന്ന് കാണാം. 16-ാം അധ്യായം 14-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. തുയഥേരി പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവുള്ള ഹൃദയം തുറന്നു. കണ്ടോ, കർത്താവുള്ള ഹൃദയം തുറന്നു എന്ന് പറഞ്ഞാൽ അവിടെ അന്ധത മാറിയെന്ന, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അജ്ഞത, സത്യത്തെക്കുറിച്ചുള്ള അജ്ഞത മാറണമെങ്കിൽ കർത്താവ് ഹൃദയം തുറന്നേ പറ്റൂ. ഒരു മനുഷ്യന് നമ്മുടെ ഹൃദയത്തെ തുറക്കാൻ കഴിയത്തില്ല, നമ്മുടെ അകത്തെ കണ്ണിനെ തുറക്കാൻ കഴിയത്തില്ല. കണ്ണ് തുറന്നുകൊണ്ടല്ലേ ഇവർ യേശുവിനെ അനുഗമിച്ചത്. അത് ആശ്ചര്യമാ, ഞാനിപ്പോൾ പറയുന്ന ആത്മീയമാ. പുറമേ ഉള്ള കണ്ണ് പലരുടെയും തുറന്നിരിക്കുന്നെങ്കിലും യേശുവിൻ്റെ സത്യം അറിഞ്ഞ് പലരും യേശുവിനെ അനുഗമിക്കുന്നില്ലല്ലോ. അകത്തെ കണ്ണ് തുറന്നാലേ നമുക്ക് വാസ്തവമായും ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ അല്ലെങ്കിൽ ശിഷ്യയാകാൻ നമുക്ക് കഴിയത്തുള്ളൂ. പൗലോസിന്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നു തിയഥേരിക്കാരത്തിയായ ലുദിയ. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം അവളുടെ ഹൃദയം അങ്ങ് തുറന്നു. സ്തോത്രം. അവളും കുടുംബവും സ്നാനവും ഏറ്റു. ദൈവം സത്യം പറഞ്ഞാൽ ദൈവം ഹൃദയം തുറന്നാലേ വചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. വചനം ഹൃദയം തുറക്കുന്നവർക്ക് മാത്രമേ വചനം അംഗീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർ വചനം അംഗീകരിക്കാൻ കഴിയുകയില്ല. ഈ വചനം അനുസരിപ്പാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരങ്ങളെ ഓർത്ത് സ്തോത്രം. ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. വചനത്തിന് സത്യം മനസ്സിലാക്കിയപ്പോൾ സ്നാനം സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അവളും അവരുടെ കുടുംബവും സ്നാനമേറ്റു. യേശുവിനെ അവർ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണു തുറക്കണം. ദൈവവചന സത്യം മനസ്സിലാക്കാൻ ഒന്നാമത് കണ്ണു തുറക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കണ്ണു തുറക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം
21 അധ്യായം അതിൻ്റെ 19 വാക്യം. നമുക്കെല്ലാവർക്കും അറിയാം ആ വാക്യങ്ങൾ. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവയും കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം അവളുടെ കണ്ണു തുറന്നു. ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കാണുവാൻ നമ്മുടെ കണ്ണു തുറക്കണം. ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 19. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യമാണ് വായിച്ചത്. എന്നാൽ ആ 21 അധ്യായം ഇങ്ങോട്ട് താഴോട്ട് ഫുൾ വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഈ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അബ്രഹാമിൻ്റെ ഭവനത്തിൽ സാറായിയോടും മകനായ ഇസഹാക്കിനോടും കൂടെയൊക്കെ ഹാഗാറും ഇസ്മായിലും ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ആ വീട്ടിൽ മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഹാഗറിനെയും മകൻ ഇസ്മായിലിനെയും അബ്രഹാം ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ട ഒരു ചരിത്രമാണ് നമ്മൾ വായിച്ചത്. പതിനാലാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ അബ്രഹാം എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം നടക്കേണ്ടിയിരുന്നു. അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റു, ഒരല്പമാഹാരം, ഒരു തുരുത്തി വെള്ളം, ബോട്ടിൽ ഓഫ് വാട്ടർ, ഒരു തുരുത്തി വെള്ളം. ഞാൻ ആ സഹോദരി ആ കുഞ്ഞുമായി 11-12 വയസ്സുള്ള ആ പൈതലുമായി ആ ബേർഷേബ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. ആരും ജീവിതത്തിൽ തുണയായിട്ടില്ല. ആ മകന് തുണ അമ്മ, അമ്മയ്ക്ക് തുണ മകൻ. ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഹല്ലേലൂയ. ബേർഷേബ മരുഭൂമി താണ്ടിക്കടക്കുവാൻ, അക്കരെ കടക്കുവാൻ അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളത്തിനോ അല്പം അടയ്ക്കോ കഴിയത്തില്ല. അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു, കൊടുത്ത ആഹാരം തീർന്നു. മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ല. മനുഷ്യൻ ആഹാരം കഴിച്ചാൽ എത്ര സമയം കഴിഞ്ഞ് പിന്നെ വിശക്കും? മനുഷ്യൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം തീർന്നാൽ എത്ര സമയം കഴിഞ്ഞ് പിന്നെ ദാഹിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പിന്നെയും മുൻപോട്ട് മരുഭൂമിയിൽ കൂടെ നടന്നു. ഇന്ന് നമുക്കുള്ള സംവിധാനങ്ങൾ പോലെ റോഡിൽ കടകളൊന്നില്ല, മരുഭൂമിയാണ്, നിവൃത്തിയില്ല, കയ്യിൽ പണമില്ല, യാതൊരു സാധ്യതയുമില്ല, വഴികളെല്ലാം അടഞ്ഞു, പ്രതീക്ഷയില്ല. ഇനിയും ലോകപ്രകാരം ചിന്തിച്ചാൽ ആത്മഹത്യയല്ലാതെ ഇനിയും യാതൊരു പ്രതിവിധിയുമില്ല. ലോകമനുഷ്യൻ ചിന്തിക്കുന്ന പോലെ നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വിധത്തിലും വഴികളെല്ലാം അടഞ്ഞു. തിരിച്ചു വീട്ടിൽ അബ്രഹാമിന്റെ അടുക്കിലേക്ക് പോകുവാൻ നിവൃത്തിയില്ല. അബ്രഹാം കൊടുത്തു വിട്ടൊരു തുരുത്തി ബോട്ടിൽ വെള്ളവും ആഹാരവും തീർന്നുപോയി. ദൈവമക്കളെ, ആ വാക്യം ശ്രദ്ധിച്ചേ. 15 വാക്യമാ. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ടു. ഭയങ്കര ചൂടാ. ഒരു ചെറിയ കാട് കണ്ടു എവിടെയോ, അതിൻ്റെ ഒരു തണലിൽ ആ കുഞ്ഞിനെ ചൂട് കൊള്ളാതെ ഇട്ടു. കുട്ടി അവശതയായി പോയി. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. ഒരമ്പ് ചെയ്താൽ എത്രയും ദൂരത്ത് പോകുമോ അത്രയും ദൂരത്ത് പോയി ആ മാതാവ് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്ന് ഉറക്കക്കരഞ്ഞു. 17 വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചവളോട്, ഹാഗറെ, നിനക്ക് എന്താ? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളിച്ചു.
ദൈവം അവളുടെ കണ്ണു തുറന്നു. അതുവരെയും മരുഭൂമിയിൽ ഉഴന്ന ജീവിതത്തിൽ തകർച്ചകളല്ലാതെ മറ്റൊരു പ്രതീക്ഷയുമില്ല. അസ്തമിച്ചു പോകുമെന്ന് പറയുന്ന ആ സഹോദരിയോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവം അവളുടെ കണ്ണു തുറന്നു. നമ്മുടെ വിഷയം കണ്ണു തുറന്നു എന്നുള്ളതാണ്. അവിടെ കണ്ണ് ദൈവം തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത്, അവൾ നീരുറവ കണ്ടു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ കണ്ണു തുറക്കണം. അവൾ കണ്ടതാ. ആ മരുഭൂമിയിൽ നീരുറവ എവിടുന്ന് വന്നു? കണ്ണു തുറക്കാതെയാണ് അവൾ കണ്ണു തുറക്കാതിരുന്നപ്പോഴാണ് അവൾ കരഞ്ഞത്. അയ്യോ, എൻ്റെ മകൻ മരിച്ചു പോകുമല്ലോ, നിരാശയോടുള്ള ഭാരങ്ങൾ കരഞ്ഞത്. എന്നാൽ കണ്ണു തുറന്ന ശേഷം അവൾ കരഞ്ഞു എന്ന് ഞാൻ കണ്ടിട്ടില്ല. അവിടെ കണ്ണുനീരിനെ ഒപ്പത്തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഭാരങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ആരും നിന്നെ കാണാനില്ലെങ്കിലും കാണുന്നൊരു കണ്ണുയരത്തിലുള്ളതിനായി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. അവളുടെ കണ്ണു തുറന്നു. ആ കുഞ്ഞിനെ താങ്ങി പിടിച്ച് ആ കുഞ്ഞിനെ വെള്ളം കുടിപ്പിച്ചു. ഒരു കാര്യം ഓർത്തോണം, ലോകം നിനക്ക് തരുന്നതല്ല, ഈ ലോകത്തിലെ ആര് നിനക്ക് തന്നാലും എന്ത് തന്നാലും, എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, അബ്രഹാം കൊടുത്തുവിട്ട ഒരടയ്ക്കും ഒരു തുരുത്തി വെള്ളത്തിനും മാത്രം സമമാണ്. ഓർത്തോണം, ലോകം നിനക്ക് തരുന്നതെല്ലാം അബ്രഹാം കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളത്തിനും അല്പം അടയ്ക്കും സമമാണ്. അത് തീർന്നു പോകും. അതിനൊരു അവസാനമുണ്ട്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. നമ്മുടെ വായിച്ചപ്പെട്ട കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ആർക്കും അടയ്ക്കാതവണ്ണം തുറക്കുവാനും ആർക്കും തുറക്കാതവണ്ണം അടയ്ക്കുവാനും കഴിവുള്ള ദാവീദിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൈവശമുള്ള കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ, അത് മരുഭൂമിയാകാം, മറ്റേത് പ്രതീക്ഷ അസ്തമിച്ച സാഹചര്യമാകാം, എന്തു തന്നെയായാലും ഇന്ന് പകൽക്കാലം ദൈവജനം കേൾക്കുന്ന ദൈവവൈദ്യൻ, നമുക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നാൽ ലോകം മുഴുവനും കൂടെ താഴിട്ട് മൂട്ടിയാലും നമുക്ക് വിഷയമില്ല. ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കും. സ്തോത്രം. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വാതിലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2020 നമ്മളെ വിട്ട് കടന്നുപോയി. 2021 നാം പ്രവേശിച്ചു. ഈ 3-ാം മാസത്തിൽ നാം ഇതുവരെയും ദൈവം നമ്മെ നടത്തി. വഴി അടഞ്ഞു പോയ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നിരാശയോടെ ആയിരിക്കും കഴിഞ്ഞ നാളുകളിൽ നാം കടന്നുപോയത്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളെ ഹൃദയത്തിന് ദൃഷ്ടിയൊന്ന് പ്രകാശിച്ചാൽ, അകത്തെ കണ്ണൊന്ന് പ്രകാശിച്ചാൽ, നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയുവാൻ കഴിയും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ നമ്മുടെ കണ്ണാലെ നമുക്ക് കാണുവാനായി കഴിയും. ലോകം തരുന്നതെല്ലാം അബ്രഹാം കൊടുത്തുവിട്ട് അടയ്ക്കും ഒരു തുരുത്തി വെള്ളത്തിനും സമമാണ്. നമ്മുടെ വായിച്ചപ്പെട്ട കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവം ആ പൈതലിനും ആ സഹോദരിക്ക് വേണ്ടി മരുഭൂമിയിൽ നീറുള്ള തുറന്നു. അവളത് കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന
വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. പരിമിതിയില്ലാതെ, സ്തോത്രം, അളന്നല്ല അവൻ തരുന്നത്, അളവ് കൂടാതെ ദൈവം നമ്മെ മാനിക്കും. ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നീ കണ്ണുകളൊന്ന് ഉയർത്തി ആ വിശ്വാസത്തിന്റെ നായകനെ ഒന്ന് കാണ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും അവൻ ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞെങ്കിൽ, സ്തോത്രം, ആക്ഷേപിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ അവരുടെ കണ്ണുകളെ തുറന്ന് അവരെ മാനിച്ചൊരു ദൈവം ഇന്നും നമുക്കായിട്ടുണ്ട്. ദൈവവേദിലെ ഷട്ടപ്പ് എന്ന് പറഞ്ഞവരെ പിന്നീട് എന്ന് പറയുക, യേശു വിളിക്കുന്നു സ്റ്റാൻഡപ്പ് എന്ന്. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയാൽ ഇതാ. ഹല്ലേലൂയ. ഇന്നും മരുഭൂമിയിൽ ആ വെള്ളമുണ്ട്. ആ സഹോദരനും ആ പൈതലിനും ആ മാതാവിനും വേണ്ടി തുറന്ന വെള്ളം. ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാണുവാൻ നമ്മുടെ കണ്ണു തുറക്കണം. നമ്മുടെ കണ്ണ് എന്തിനാ തുറക്കേണ്ടത്? 2 രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ എടുക്കാം. 6-ാം അധ്യായം, 2 Kings chapter 6. 2 രാജാക്കന്മാർ 6-ാം അധ്യായം, അതിൻ്റെ 17-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യം. പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മര നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ഏലിശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ശത്രു സൈന്യം ദൈവജനത്തെ വളഞ്ഞപ്പോൾ, എൻ്റെ 14-ാം വാക്യം കിട്ടി. 14-ാം വാക്യം ഒരു വായിക്കുന്നു, അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. വലിയ സൈന്യം ദൈവജനത്തെ തകർക്കുവാൻ പിന്തുടർന്നപ്പോൾ ഏലിശയുടെ ബാല്യക്കാരന് ഭയന്ന് ഏലിശയോട് സംസാരിക്കുന്നൊരു കാര്യമാണ്. ഏലിശ പറയുക, ഭയപ്പെടണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാളും വലിയവനാ. സൈന്യത്തിന്റെ അധിപതിയാ നമ്മോട് കൂടെ ഇരിക്കുന്നത്. പിന്നെ ഏത് സൈന്യം വന്നാൽ എന്താ? യജമാനനെ, നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ തകർന്നു പോകും, അവിടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ല, നമുക്ക് ഈ യുദ്ധം ജയിക്കുവാൻ കഴിയത്തില്ല. ബാല്യക്കാരൻ ഏലിശയോട് പറയുമ്പോൾ ഏലിശ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. കാഴ്ചപ്പാടില്ലാത്ത ഈ ബാല്യക്കാരൻ ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന സംരക്ഷണം ഇതുവരെ കാണുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. പോരാട്ടങ്ങളെ അതിജീവിക്കുന്നത് കാണുവാൻ കണ്ണു തുറക്കണം. സ്തോത്രം. നമുക്കെതിരെ എത്ര വലിയ ശക്തികൾ വന്നാലും വേദപുസ്തകം പറഞ്ഞു, നിനക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. ദൈവജനത്തിന് പോരാട്ടമുണ്ട്, പോരാട്ടമില്ലെന്ന് പറയുന്നില്ല. എന്നാൽ ഏത് പോരാട്ടങ്ങൾ വന്നാലും നമുക്ക് ജയം തരുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ നിന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? സ്തോത്രം. അകത്തെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം തരുന്ന സംരക്ഷണം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ബാഖായുടെ വൃക്ഷത്തിന് അരികെ ഇങ്ങനെ അനങ്ങുമ്പോൾ ഓർത്തോണം, യഹോവയുടെ സൈന്യം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നത്. ദൈവം തന്റെ ജനത്തിന് മുമ്പായി പോയ സംഭവം ബൈബിളിലുണ്ട്.
വഴി കാണിച്ചു കൊടുക്കുവാൻ മാത്രമല്ല, യുദ്ധം ചെയ്യുവാൻ ദൈവം തന്നെ ജനത്തിന് മുമ്പായി പോയി. ബാഖായുടെ വൃക്ഷങ്ങൾ അനങ്ങുമ്പോൾ യഹോവയുടെ ദൂതന്മാർ, യഹോവയുടെ സൈന്യം ഇറങ്ങി വന്നു. ജീവിതത്തിൽ അസ്തമിച്ചു പോകും, പിടിക്കപ്പെടുമെന്ന് കരുതിയ ശത്രുവിന്റെ മുമ്പിൽ, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം, നമ്മെ തകർത്ത് കളയുവാതെ വണ്ണം, ദുഷ്ടന്റെ കയ്യിൽ നാം അമർന്നു പോകാതെ വണ്ണം, ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ച് ഇന്നയോളം സ്നേഹത്തിന്റെ പാശങ്ങളാൽ ദൈവം നമ്മെ നിർത്തിയില്ലേ? ദൈവ പൈതലേ, സാത്താന് നമ്മളെ തകർത്തുവാൻ പല അടവുകൾ നോക്കുകയാണ്. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ആർക്കുമില്ലാത്തൊരു സംരക്ഷണം. അതെ, ദൈവാത്മാവ് പറയുന്ന ആർക്കുമില്ലാത്തൊരു സംരക്ഷണം നിനക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു സംരക്ഷണം ദൈവവൈദ്യലെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. എത്ര വലിയ സൈന്യം നിനക്കെതിരെ വന്നാലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ നിർഭയമായിരിക്കും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ മുമ്പിൽ? ദൈവവചനത്തിന്റെ സത്യം മനസ്സിലാക്കേണ്ടത്. ഈ സത്യം നാം മനസ്സിലാക്കുക. ഹല്ലേലൂയ. പോരാട്ടങ്ങളെ അതിജീവിക്കുന്ന കാണുവാൻ നമ്മൾ ഈ പോരാട്ടം എന്തുവായി പോരാട്ടം? സാത്താനോടാ പോരാട്ടം, മനുഷ്യനോടല്ല. ഇന്ന് ലോകത്ത് മനുഷ്യനോട് തമ്മിൽ പോരാടുക. എന്തിനാ? സാത്താനോടാ പോരാട്ടം. എനിക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഈ പിശാചുമായിട്ടുള്ള പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തെ അതിജീവിക്കുവാൻ നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഈ പോരാട്ടത്തെ ജയിക്കുവാൻ അകത്തെ കണ്ണ് തുറന്നെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ, ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ഈ പോരാട്ടത്തെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യം, ആരാധന ആവശ്യം, ഉപവാസം ആവശ്യം, വിശ്വാസം ആവശ്യം, വചനത്തിന്റെ സത്യം നമ്മുടെ ഹൃദയത്തിൽ വേണം, അതാവശ്യം. ആമേൻ. എൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്തിനാണ് നാം നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കേണ്ടത്? ലൂക്കോസിന്റെ സുവിശേഷം, അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ അവസാന യാത്രയാണ്, റോമിലേക്കുള്ള യാത്രയാണ് 27-ാം അധ്യായം. 10-ാം വാക്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 10. പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, റോമ ഒന്ന് കാണണമെന്ന്. തൻ്റെ ആഗ്രഹമാണ്. പല രാജ്യങ്ങളും യാത്ര ചെയ്ത് ശുശ്രൂഷിച്ച മനുഷ്യന് അവസാനത്തെ ഒരു ആഗ്രഹം റോം ഒന്ന് കാണും. ദൈവം പറഞ്ഞു, മോനെ, നീ റോം കാണുക മാത്രമല്ല, മറ്റൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ് ഈ വിഭാഗം പറഞ്ഞപ്പോൾ. റോമിൽ ചെന്ന് നീ എന്നെക്കുറിച്ച് സാക്ഷിക്കും രാജാക്കന്മാരുടെ മുമ്പിൽ. ആഗ്രഹം ഒന്ന്, വാഗ്ദത്തം ആഗ്രഹത്തിൻ്റെ മുകളിൽ. പോകുക മാത്രമല്ല, അവിടെ ചെന്ന് എന്നെക്കുറിച്ച് നീ സാക്ഷിക്കും. വാഗ്ദത്ത നിവൃത്തിയാണ് 28-ാം അധ്യായം. 28-ാം അധ്യായം 14-ാം വാക്യമാണ് റോമിലേക്ക് എത്തുന്നതിൻ്റെ വാഗ്ദത്ത നിവൃത്തി. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. വാഗ്ദത്ത നിവൃത്തിയാ. ഒന്ന്, റോമയിൽ പോകണമെന്ന് ആഗ്രഹം. രണ്ട്, ആഗ്രഹത്തിന്മേലുള്ള വാഗ്ദത്തം. നീ പോകുക മാത്രമല്ല, റോമയിൽ എന്നെക്കുറിച്ച് സാക്ഷീകരിക്കും. ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടത് 28-ാം അധ്യായം 14-ാം വാക്യം അവസാനം. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. ആഗ്രഹവും വാഗ്ദത്വവും വാഗ്ദത്ത നിവൃത്തിക്കും ഇടയിൽ ഭക്തൻ കൊടുത്ത വില, ഭയങ്കര വില കൊടുത്തു.
ആ കൊടുത്ത വിലയിലാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ യാത്ര ശുഭകരമല്ല, ഇപ്പോൾ പോക്ക് ശരിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്ര ഈ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് വേറിയ നഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ പൗലോസിനെയും കൂട്ടരെയും കൊണ്ടുപോയി. വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഹൃദയദൃഷ്ടി പ്രകാശിച്ച പൗലോസ് അവരോട് പറഞ്ഞു. ആപത്തുകൾ കാണുവാൻ കണ്ണു തുറക്കണം. എന്തിനു കണ്ണു തുറന്നു? ആപത്തുകൾ കാണുവാൻ. ഇതൊക്കെ പുച്ഛിച്ചു തള്ളി. നമുക്കറിയാം, ആ യാത്രയുടെ തുടക്കമാണ് അടുത്തത്. അവിടെ മുതലേ യാത്ര ശരിയല്ല. തെക്കൻ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, വലിയ കൊടുങ്കാറ്റടിച്ചു, കപ്പൽ മുങ്ങി, ഭാരം താങ്ങാനുള്ളതെല്ലാം കൂടെ കടലിലെടുത്തിട്ടു, കപ്പൽ മുങ്ങി, കപ്പലെല്ലാം കൂടെ ഒരു ഭാഗം ഒടിഞ്ഞു പറഞ്ഞു. കിട്ടിയ പല കഷ്ടത്തിൽ പൗലോസും കൂട്ടരും കൂടെ ഒരു വിധത്തിൽ വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമല്ലോ. കിട്ടിയത് ഇട്ടിരിക്കുന്ന ഡ്രസ്സോടുകൂടെ ആ പൗലോസും കൂട്ടരും കൂടെ മെരീത്തയിൽ ചെന്നെത്തി. അതാണ് 28-ാം അധ്യായം 1-ാം അധ്യായം 28-ന്റെ 1-ാം വാക്യം. ആപത്തുകൾ കാണുവാൻ കണ്ണു തുറക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന ആപത്തുകളെ കാണണമെങ്കിൽ നാം കണ്ണു തുറന്നേ പറ്റുകയുള്ളൂ. കണ്ണു തുറക്കുന്നവന് മാത്രമേ ആപത്തുകൾ ഒഴിഞ്ഞു പോകാനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയൂ. ഇങ്ങനെ പൗലോസ് പറഞ്ഞെങ്കിലും പ്രതീക്ഷയില്ലാത്തൊരു യാത്രയായിരുന്നു. 22-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇത് ചിന്തയല്ലെങ്കിലും വായിക്കുന്നു. 27-22. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കണ്ടോ, പ്രാർത്ഥനയിൽ കണ്ണു തുറന്നപ്പോൾ കുറച്ചുകൂടെ ആഴമേറിയ പ്രാർത്ഥന ദൈവം അവന് വെളിപ്പാട് കൊടുത്തു. ആദ്യം എന്താ പ്രാർത്ഥിച്ചത്? ചരക്കിന് മാത്രമല്ല, നമ്മുടെ പ്രാണനും കഷ്ടനഷ്ടം ഉണ്ടാകും. ഇവിടെ പറയുന്നു ദൈവം സൂക്ഷിക്കും, അല്ലേ? ധൈര്യത്തോടെ ഇരിപ്പ. ഈ കാറ്റെല്ലാം കൂടെ അടിച്ചു വന്നപ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയത്. അയ്യോ! അപ്പൊ ആശ അറ്റുപോകത്തക്കവണ്ണം തകർച്ചയുടെ ഒരു കാറ്റടിപ്പിച്ചു സാത്താൻ. എന്നാൽ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച പൗലോസ് നിശബ്ദനായില്ല, പിന്നെയും പ്രാർത്ഥിച്ചു, പ്രതിസന്ധി വരട്ടെ. അവരെ ധൈര്യപ്പെടുത്തി. ദൈവവേദയിലെ ചരിത്രം അവസാനിക്കുന്നത് ഈ 20-ാം വാക്യത്തിലല്ല, 44-ാം വാക്യത്തിലാണ്. രക്ഷപ്പെടുമെന്ന് ആശയെല്ലാം മറ്റുപോയി എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ 44-ാം വാക്യത്തിൽ പറഞ്ഞു എല്ലാവരും രക്ഷപ്പെടാനിടയായി. സ്തോത്രം. എല്ലാവരും രക്ഷപ്പെടാനിടയായി. ആരും രക്ഷപ്പെടുകയെന്ന് പറഞ്ഞ പൗലോസ് പറയും എല്ലാവരും രക്ഷപ്പെടാനിടയായി. നമ്മെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ആപത്തുകളുടെ മധ്യത്തിൽ ഒഴിഞ്ഞു പോകുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നമ്മെ കരുതുന്ന, നമ്മെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മൾ കാണുന്നില്ല. ദൈവത്തിൻ്റെ അദൃശ്യമായ സൂക്ഷിപ്പ് നമ്മുടെ ആപത്തുകളിൽ നമ്മെ ഒഴിക്കുന്നുണ്ട്. നാം ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാകാം, കാറിൽ യാത്ര ചെയ്യുന്നവരാകാം, വ്യത്യസ്ത ഇടങ്ങളിൽ പോകുന്നവരാകാം. അവിടെയെല്ലാം തകർന്നു പോകാതെ, ആപത്തുകൾ കൂടാതെ നാം മടങ്ങിയെത്തുന്നതിൻ്റെ കാരണം നമ്മെ പരിപാലിക്കുന്ന ഒരു അദൃശ്യമായ ദൈവത്തിൻ്റെ കരമുണ്ട്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരുശലേമിനെ സമീപിക്കുമ്പോൾ തൻ്റെ അവസാന ഘട്ടങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-42 വാക്യം, ലൂക്കോസ് 19-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ യെരുശലേമിനെ നോക്കി കരയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-42 വാക്യങ്ങൾ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-42. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. നമ്മുടെ കർത്താവ്
യെരൂശലേമിനെ നോക്കി കരഞ്ഞ അവസാന സംഭവം. അടുത്തത്, ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ള നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നിറയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കുന്നൊരു കാലം നിനക്ക് വരും എന്ന് യേശു കണ്ണുനീരോട് പറഞ്ഞു. അകത്തെ കണ്ണ് തുറന്ന, വെളിപ്പാടുള്ള, യെരൂശലേമിനെ കുറിച്ച് ചിന്തയുള്ള, സത്യമുള്ള യേശുവിൻ്റെ കണ്ണ് തുറന്നപ്പോൾ യേശു കണ്ടത് യെരൂശലേമിന് വരുന്ന നാശത്തെക്കുറിച്ചാണ്. ആ നാശത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ അകക്കണ്ണ് തുറഞ്ഞ നമ്മുടെ കർത്താവ് അവരോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾക്ക് വരുന്ന നാശം എത്രയോ ഭയങ്കരമാണ്. കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറയ്ക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്കോ മനസ്സ് വന്നില്ല. സ്തോത്രം. ആപത്തുകൾ കാണുവാൻ നമ്മുടെ കണ്ണുകളെ നാം തുറക്കണം. സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം ദൈവജനം കേൾക്കുന്ന ദൈവവേദലേ, ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. ആ കുരുടന്മാരുടെ ഭാവി നഷ്ടപ്പെട്ടു. ഇരുളടഞ്ഞൊരു സാഹചര്യമായിരുന്നു. വേഗം നഷ്ടപ്പെട്ടവരായിരുന്നു, പുതുമ നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ വചനത്തിൽ യേശുവിനെ അറിയുവാൻ ദൈവം അവർക്ക് ഒരു ഭാഗ്യം നൽകി. ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, ക്രിസ്തുവിൻ്റെ സത്യം മനസ്സിലാക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. ഈ ദിവസങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് വർദ്ധിക്കട്ടെ. ഹാഗറിന് വേണ്ടി അവിടെ കണ്ണു തുറന്നെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കരുതൽ അവൾ കണ്ടു. സ്തോത്രം, 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 സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ്. നമ്മുടെ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കട്ടെ. ദൈവത്തിൻ്റെ ആഴമേറിയ സത്യത്തിൻ്റെ വെളിപ്പാടുകൾ കാണുവാൻ നമ്മുടെ കണ്ണെന്ന് തുറക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ, വചനം അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയൊന്ന് പ്രകാശിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവം അതൊരു മാറ്റം നൽകട്ടെ. നമ്മുടെ ദൈവം വിടിവിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവപുത്ര, ഇന്ന് ഈ പകൽക്കാലത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിൽ തൻ്റെ ജനത്തോട് ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാകുന്ന അടിയന് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഇരുളടഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യം, ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, ദൈവവചനത്തിൻ്റെ മാർമീയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് പകലിൽ വേദനയോടെ വേദനയോടെ ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. അവിടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം നൽകട്ടെ. ദൈവ സാന്നിധ്യം അവരെ കവർ ചെയ്യട്ടെ. അവിടെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ പ്രവർത്തിക്കണമേ. അവരെ പുറത്തു കൊണ്ടുവരുമാറാകണമേ. സ്തോത്രം. ഹാഗറിന് വേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രത്തിൻ്റെ ജനത്തിനുവേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിയുടെ പ്രശ്നങ്ങളെ അറിഞ്ഞ് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അവർക്ക് വിടുതൽ നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. നീ അവരെ വിടുവിച്ചാട്ട്, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത്ഭുതങ്ങളെ ചെയ്താട്ട്. അങ്ങനെ ചെയ്തതിനായി മഹത്വം യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇവരെയും വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ധാരാളമായിട്ട് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ അലക്സാണ്ടർ കോശി അവറുകൾ പ്രിയപ്പെട്ടവനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. 2021 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി ദൈവം നമുക്ക് മാറ്റട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിനെ കൂടുതൽ രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ